ഈ സഭാ നേതൃത്വം തന്നെ പരിഗണിച്ചില്ല എന്നുള്ള പി.സി. ജോർജിന്റെ പരിഭവം സഭാ നേതൃത്വത്തെ അറിയിച്ചു. ദീപിക തന്നെ പരിഗണിച്ചില്ല എന്നുള്ള പി.സി. ജോർജിന്റെ അഭിപ്രായം സഭാ നേതൃത്വത്തെ അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല പി.സി. ജോർജിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച്, അദ്ദേഹം നിങ്ങളൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നാക്ക് മോശമാണ്, അദ്ദേഹത്തിൻ്റെ ശൈലി മോശമാണ്, അദ്ദേഹം പറയുന്ന മോശമാണെന്നൊക്കെ പറയും. പക്ഷെ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭനേട്ടങ്ങൾ നോക്കാതെ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിനെ എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രവോക്ഡ് ആവും. അതാണ് സംഭവിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. എന്തോ അല്ല, FCRAയിൽ ഞാൻ പറഞ്ഞില്ല, ആ ഭേദഗതി പാർലമെൻറ്റ് മാറ്റിവെച്ചു, ചർച്ചയ്ക്ക് വേദി തുറന്നു എന്ന് പറയുന്നത് തന്നെ BJPയുടെ സഭയുടെ ആകലതയോട് BJP കാണിച്ച ഏറ്റവും നല്ലൊരു സമീപനമല്ലേ. ആ സമീപനത്തിൽ സഭ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടുന്ന് ഒരു പ്രതിനിധി സംഘം തീർച്ചയായിട്ടും ആ ചർച്ചയിൽ പങ്കെടുക്കും. തന്തയെ വെളുപ്പിക്കാനുള്ള മകന്റെ അവസാനഘട്ട ശ്രമമാണ്. ഞാനതിൽ മകനെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. പക്ഷേ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വെള്ളപ്പാണ്ട് പിടിപെടുക എന്നല്ലാതെ വെളുക്കില്ല എന്നുള്ള ബോധ്യം തന്തക്കും വേണം, മകനും വേണം. അത്രേ പറയാനുള്ളൂ. ഈ PC എന്ന് പറയുന്നവൻ ഇവനൊരു പൊളിറ്റിക്കൽ മര്യാദ ഇല്ലാത്തവനാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ ലാഭ നഷ്ടങ്ങൾക്ക് അപ്പുറം സഭക്കൊപ്പം നിന്ന് അല്ല, ഒരിക്കലുമല്ല. സഭക്കൊപ്പം എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടൊപ്പം പോലും ഇയാൾ നിന്നിട്ടില്ല. നിന്നതത്രയും ഇവൻ്റെ താല്പര്യങ്ങളും ഇവൻ്റെ ലാഭങ്ങളും മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? UDFിൻ്റെ ഭാഗമായി നിന്ന്, കേരള കോൺഗ്രസിൽ മാണിയുടെ ഭാഗമായി നിന്ന്, കേരള കോൺഗ്രസിനൊപ്പം നിന്ന് MLAയും വേണ്ട അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഒരു ഘട്ടത്തിൽ മറുകണ്ഠം ചാടുന്നു, CPMൻ്റെ ഭാഗമാകുന്നു, മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നു. എന്നിട്ടൊന്നും രക്ഷയില്ലാതെ വന്നപ്പോൾ നേരെ പോയി BJPയിൽ ചേരുന്നു. BJPയിൽ ചേരുമ്പോൾ PC ജോർജിനൊരു കാര്യം ഉറപ്പായിരുന്നു. ആദ്യം UDF വിട്ടപ്പോൾ തിരിച്ചു വരവിനുള്ള പല ശ്രമങ്ങളും PC ജോർജ് നടത്തിയിരുന്നു. പക്ഷേ അന്ന് അസന്നിഗ്ധമായിട്ട് PC ജോർജിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ നിലപാടിൽ UDF നേതൃത്വം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് വേറെ വഴികളില്ലാതെ വന്നപ്പോൾ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇനി രക്ഷ എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കാൻ വഴി ഒറ്റ ഒന്നേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് PC ജോർജ് BJPയുടെ ഭാഗമാകുന്നത്. ആ ലാഭം PC ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ എന്ന് പറയാൻ അധികാരമുണ്ടായിട്ടില്ല എന്നുള്ള നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ അധികാരം ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല താനും. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടായിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ലാഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയൊന്നുമല്ല PC ജോർജ്. PC ജോർജ് വളരെ കൃത്യമായിട്ട് തനിക്കെന്ത് ലഭിക്കും, തനിക്കെന്ത് നേട്ടമുണ്ടാകും, തനിക്കെന്ത് ഗുണമുണ്ടാകും എന്ന് വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് PC ജോർജ് ഓരോ ഘട്ടങ്ങളിലും നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് PC ജോർജ് ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറഞ്ഞതടക്കം, അന്ന് അങ്ങനെ മാപ്പ് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് PC ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്തായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഈ PC ജോർജിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ മറുകണ്ഠം ചാടിയ പല നേതാക്കളും പല രീതിയിലുള്ള പല ആളുകളുമുണ്ട്. പക്ഷേ എവിടെയാണ് തെറ്റിയതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അഹങ്കാരവും അതുപോലെ തന്നെ ഇവൻ്റെ നാവും. ഒരു പൊതുമണ്ഡലത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി, രാഷ്ട്രീയ അനുഭവമുള്ള വ്യക്തി, വെറും നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിഷം വിത്തുകൾ പാകുന്ന വ്യക്തിയായി മാറിയപ്പോഴാണ് ഇവന് തിരിച്ചറികൾ നേരിടാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഇപ്പം ഏറ്റവും ഒടുവിൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ BJPയെ ഇപ്പം സഭ അംഗീകരിക്കില്ലേ എന്നുള്ളതൊക്കെ അവരുടെ വിഷയമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഒരു പിന്തുണ നൽകണം എന്ന് സഭ പറയണമെങ്കിൽ സഭയ്ക്ക് അതിന് മാത്രമുള്ള ബോധ്യങ്ങൾ ഉണ്ടാവണം.
ഇത് ഈ സഭയുടെ അംഗങ്ങളായിട്ടുള്ള, ഈ സഭയുടെ നേതൃസ്ഥാനത്തുള്ള സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ കേരളം വിടുമ്പോഴേക്കും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് ആക്രമിക്കുന്നവരാരാ? നല്ല ഒന്നാം തരം സംഘ് പരിവാർ സംഘടനകൾ. അപ്പൊ അവരുടെ ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വീണ്ടും സഭ ഈ പറയുന്ന BJP-യെ പിന്തുണക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ അരിയാഹാരം കഴിക്കുന്നവൻ അത് ചെയ്യുമോ എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ സുരക്ഷക്കനുസരിച്ച്, അവരുടെ നിലനിൽപ്പിനെ കൂടി നോക്കിക്കൊണ്ടായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ്, ഒരു മാലിന്യം, അത് മാത്രമാണ് ഇതിനിപ്പോൾ ഈ പറയുന്ന PC ജോർജ് ആണെങ്കിലും അവൻ്റെ മകനാണെങ്കിലും ഒക്കെ ഈ പൊളിറ്റിക്കൽ വേസ്റ്റ്. ആ പൊളിറ്റിക്കൽ വേസ്റ്റിനെ കൊണ്ട് സഭയ്ക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എപ്പോഴും ഇവൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഏത് ഘട്ടങ്ങളിലും വിഷവിത്തുകൾ പാകി അതിലൂടെ നേട്ടം കൊയ്യുവാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത് ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് കരഞ്ഞതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല എന്നുള്ളതാ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. ഈ PC ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തി വളരെ കൃത്യമായി തൻ്റെ താല്പര്യങ്ങൾ, തൻ്റെ നേട്ടങ്ങൾ, തനിക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാലാകാലങ്ങളിൽ ഇവന് ആ മണിയടി പല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പം UDF-ന്റെ ഭാഗമായിരിക്കുമ്പോഴും ഈ പറയുന്ന മണിയടികൾ വേണ്ട രീതിയിൽ നടത്തിയിട്ടുണ്ട്. അന്ന് സംഘപരിവാറിനെതിരെ ആയിരുന്നെങ്കിൽ, അന്ന് നരേന്ദ്രമോദിക്കെതിരെ ആയിരുന്നെങ്കിൽ, ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട പ്രധാനമന്ത്രിയാണെന്നടക്കം പറഞ്ഞ വ്യക്തിയാണ് PC ജോർജ്. ഇന്നാ PC ജോർജ് നരേന്ദ്രമോദിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ എഴുതി ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയെ തെറി വിളിക്കും, നരേന്ദ്രമോദിയെ കിട്ടുമ്പോൾ UDF-ന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ തെറി വിളിക്കും. ഇനി സഭയുടെ ഒരു പിന്തുണയും ലഭിക്കാതെ വരുമ്പോൾ സഭയെ തെറി വിളിക്കും. അതല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പം സഭയുടെ പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഇപ്പം സഭയുടെ പിന്തുണ കിട്ടാത്ത എത്ര രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്? എല്ലാവരും സഭയെ തെറി വിളിക്കുകയാണോ ചെയ്യുന്നത്? ക്രൈസ്തവരായിട്ടുള്ള സഭാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള, സഭയുടെ ഭാഗമായിട്ടുള്ള എത്ര ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്? ഇവർക്കൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി പിന്തുണ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സഭയെ തെറി വിളിക്കുകയാണോ ചെയ്യുന്നത്? സഭയുടെ മെത്രാന്മാരെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്? ഇവരൊക്കെ ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി, ഹൈന്ദവന് വേണ്ടി, മുസ്ലിമിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരൊക്കെ എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ സഭയെ തെറി വിളിക്കുന്നവരാണോ? അതതിൻ്റെ ഒരു മര്യാദയല്ലല്ലോ. എസ്പെഷ്യലി നമ്മൾ സാധാരണക്കാരായുള്ള ഒരു വ്യക്തിയെയൊക്കെ വിമർശിക്കും പോലെയാണോ ഒരു സഭാ നേതൃത്വത്തെ, മെത്രാന്മാരെ, പിതാക്കന്മാരെയൊക്കെ തെറി വിളിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ എന്നിട്ട് ഇതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ പൊതുവെ പറയാം, അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് കേൾക്കുന്നവന് കൂടി തോന്നണ്ടേ? അല്ലേ? ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താ? നമുക്ക് ഒരു കാര്യം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മറ്റൊരാൾ വന്ന് വിശദീകരിച്ച് നീ കേട്ടത് ഇതാണ്, നീ കണ്ടത് ഇതാണ്, നീ അനുഭവിച്ചത് ഇതാണ് എന്ന് പറഞ്ഞു തരേണ്ട ഒരു ഗതികേടില്ല. കാരണം എന്താ? അത് അവൻ്റെ കോമൺ സെൻസും ബോധ്യങ്ങളുമാ. അപ്പോൾ ആ പ്രബുദ്ധതയിൽ നിൽക്കുന്ന വ്യക്തിയോട് അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവന് കൂടി അത് തോന്നണം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് തിരിച്ചടികളും സഭയിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ അപ്പനെ വെളുപ്പിക്കാൻ മകൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രമാത്രമേ ഉള്ളൂ. അപ്പം അതിലൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ 4-ാം തീയതി വീണ്ടും റിസൾട്ട് വരുമ്പോൾ വീണ്ടും അപ്പനും മകനും സഭക്കെതിരെ വീണ്ടും തെറിവിളികളുമായിട്ട് വരും, അല്ലേ? അപ്പോൾ അതിൽ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണല്ലോ, വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി സഭയെ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ ആ ഒരു മുൻകൂട്ടി അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും വീണ്ടും 4-ാം തീയതി ഇതേ സഭയെയും സഭാ നേതൃത്വത്തെയും മെത്രാന്മാരെയും പിതാക്കന്മാരെയും തെറി വിളിക്കാൻ റെഡിയായിട്ടാണ് PC ജോർജ് അവിടെ ഇരിക്കുന്നത്. കാരണം റിസൾട്ട് വന്നു കഴിയുമ്പോൾ PC ജോർജ് വല്ലാതെ വെപ്രാളപ്പെടും, വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും, പ്രകോപനമുണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ
അത് നിരന്തരം പി സി ജോർജ് തുടരുമെന്നുള്ളതാണ്. കാരണം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ഇപ്പോൾ എസ്പെഷ്യലി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ തോൽവി സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ പി സി ആണെങ്കിലും പി സിയുടെ മകനാണെങ്കിലും ഈ രണ്ടു പേരും കേരളത്തിലെ BJP നേതൃത്വത്തിനോടൊന്നും വിശദീകരിച്ചില്ലെങ്കിലും പണം വാങ്ങിയ സ്ഥലത്ത് പണം കൊടുത്ത വ്യക്തിയോട് ചില കണക്കുകൾ പറയേണ്ടി വരും. ആ ഭയം, ആ ഒരു ആകുലത, ആ ഒരു വെപ്രാളം രണ്ടു പേർക്കും നന്നായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞത്. എന്ത്, ഞാൻ അമിത്ഷായോട് എന്ത് പറയും? കാരണം അവിടുന്ന് വാങ്ങിയത് കോടികളാ, ഹവാല പണം അവിടെ നിന്ന് വാങ്ങിയത് കോടികളാ. അപ്പോൾ ആ ഹവാല മണിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള പി സിയും പി സിയുടെ മകനും ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി കൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി തെറിവിളി കൂടും. ആ തെറിവിളിയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ സഭയെ മാത്രമായിരിക്കില്ല, മറ്റു പലരെയും തെറിവിളിക്കും. കാരണം എന്താ? വേറെ വഴികളില്ല. ഇത്രയും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിയ പണമൊക്കെ ഇവർ രണ്ടുപേരും ഇരുന്ന് നക്കിയതാ. അപ്പോൾ ഇത് എവിടെ എങ്ങനെ എന്നുള്ള ചോദ്യം വരുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും സഭയെയും സഭാ നേതൃത്വത്തെയും കണ്ടും കാല് പിടിച്ചും കരഞ്ഞും നക്കിയും ഇപ്പം സഭാ നേതൃത്വത്തെ വന്ന് പുറത്ത് വന്നിട്ട് ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴും ഉള്ളിൽ എന്താ നടന്നത്? ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയ സവർക്കർ, അതേ നക്കൽ തന്ത്രം, ആ നക്കൽ തന്ത്രമാണ് ഷോൺ ജോർജ് അപ്പന് വേണ്ടിയിട്ട് സഭയിൽ കയറി, അരമനയിൽ കയറി പിതാക്കന്മാരുടെ കാല് നക്കിയിട്ടാണ് ഇറങ്ങി വരുന്നത്. വേറെ വഴികളില്ലെന്നേ. അത്രമാത്രം ഗതികേടിലാണ് അപ്പനും മകനും ഉള്ളത്. അപ്പോൾ അപ്പനെ എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് മകൻ്റെ ഒരു ദൗത്യം. പക്ഷെ മകൻ വെളുപ്പിക്കാൻ ശ്രമിക്കട്ടെ, മാക്സിമം കറുപ്പിക്കാൻ നമുക്കും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ്.